യൂണിറ്റ് സർക്കിളൊക്കെ വരച്ച് ട്രിഗണോമെട്രി എന്നുള്ളത് നമ്മൾ +1 പഠിക്കുന്നതാണ്, ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്, അതാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നമ്മുടെ ജൂനിയർ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ ഗോൾഡ് മെഡൽ നേടിയ മാധവന്റെ കൂടെയാണ്. മാധവ് 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, നമ്മുടെ XNY ഫൗണ്ടേഷൻ സ്റ്റുഡൻ്റ് ആണ്. പക്ഷെ മാധവനോട് ഞാൻ ചോദിക്കാൻ പോകുന്നത് +1 +2 ചോദ്യങ്ങളാണ്. ചോദിക്കട്ടെ, ഉത്തരം കിട്ടുമോ നോക്കാം അല്ലേ? എന്താണ് d/dx ഓഫ് sin x? d/dx of sin is equal to cos x. cos x. എന്താണ് d/dx ഓഫ് cos x? Negative sin x. നെഗറ്റീവ് sin x. എന്താണ് d/dx ഓഫ് x raised to n? X raised to n. It is going to be equal to nx raised to n minus 1. അയ്യോ, അപ്പോൾ ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻ ചോദിച്ചു. ഒരു ഇന്റഗ്രേഷൻ കൂടി ചോദിക്കട്ടെ, എന്താണ് ഇന്റഗ്രൽ ഓഫ് cos x? Integral of cos x is equal to sin x. ഇന്റഗ്രൽ ഓഫ് cos x ഈക്വൽ ടു sin x. എന്താണ് sin x? എന്താണ് sin x എന്നുള്ള 6ാം ക്ലാസ്സിൽ അറിയില്ല, നമ്മൾ 9-ലല്ലേ ട്രിഗണോമെട്രി പഠിക്കുന്നത്. എന്താണ് sin x എന്ന് പറഞ്ഞാൽ? എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റ് സർക്കിൾ എടുക്കുക ആദ്യം. ആ യൂണിറ്റ് സർക്കിളിൽ ഒരു ആംഗിൾ എവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 45 ഡിഗ്രീസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വിചാരിച്ചു. ആ സർക്കംഫറൻസിലത്തെ പോയിന്റ് ടച്ച് ചെയ്യുന്നതിന്റെ ഹൈറ്റ് 0 തൊട്ട് ആയിട്ടുള്ളതായിരിക്കും y കോർഡിനേറ്റ് അല്ലേ? അതായിരിക്കും sin x. അപ്പോൾ cos x ഓ? cos x is going to be x ന്റെ കോർഡിനേറ്റ്സ്. x കോർഡിനേറ്റ്. അതായത് നമ്മുടെ യൂണിറ്റ് സർക്കിളൊക്കെ വരച്ച് ട്രിഗണോമെട്രി എന്നുള്ളത് നമ്മൾ +1 പഠിക്കുന്നതാണ്, ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്, അതാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് മാധവ്. മാധവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നന്നായി പഠിക്കുക. അടുത്ത വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒളിമ്പ്യാഡ്സും മറ്റു കാര്യങ്ങളിലോട്ട് പോകാം. യെസ്, ഓക്കെ, ഒരു ഹൈഫൈ. യെസ്.